പങ്കെടുക്കാൻ കഴിയുന്ന തന്നെ വലിയ അനുഗ്രഹമായി. ഇനി ഇതേമാതിരി എല്ലാ സംഗതിയും പഞ്ചായത്ത് കൊണ്ടുവരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ റേഡിയോ സ്റ്റാറായ അതിനൊരു കാരണം ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ റേഡിയോ പഴയ തരത്തിലാണ് കോഴിക്കോട് നിലനിർത്തില്ല. റേഡിയോ പഴയ തരത്തിലുള്ള 1000 ദിവസം രാവിലെ ചാവിച്ച് വന്നപ്പോൾ ഭക്തിഗാനം കേട്ടു. റേഡിയോയുടെ ഭക്തിഗാനം കേട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവം അത് ഞാൻ അപ്പം എടുത്ത് എഴുതി ഇന്റർനെറ്റ് എഴുതി ഡയറക്റ്റ് കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിൽ കയറി. അത് അനുകൂലമായിട്ട് വിജയമാണ്. അപ്പോൾ ഞാൻ വേറൊരാഴ്ച ജോലിക്കാരൻ വന്നു കുഞ്ഞാലിട്ട് അവർക്ക് പോകണമെന്ന് ഏതെങ്കിലും റെക്കമെൻഡിന് ഒരാളുമാണ്. അല്ല ഞാൻ കിട്ടുമെന്ന് പോയൊക്കെ നമ്മൾ ചില ഞാൻ പോയി. യാദൃശ്ചികമായിട്ട് ഞാൻ അനുഭവിച്ചു വന്നപ്പോൾ ബാലാട്ടിനെ കണ്ട് സിനിമ എന്നോട് വലിയ ഇഷ്ടമായി. ബാലാട്ടിനെ കണ്ട് അപ്പൊ ഞാൻ മുമ്പിലേക്ക് വർത്താൻ എന്തെങ്കിലും കാലത്തെ ഒത്തോ കഴിഞ്ഞ് അതിലേക്ക് ഇന്നലെ സംഗതി നിങ്ങളൊന്നും സഹായിക്കുന്നു. എന്താണ് ഞങ്ങൾക്ക് വേണ്ടിയത്? റേഡിയോ സ്റ്റേഷനിൽ ഞാൻ ഇത് കൊടുത്തു. അവർക്കൊന്നും വിളിച്ച് പറയാൻ ഇപ്പൊ തന്നെ വിളിച്ചു ബാബു. അപ്പൊ തന്നെ അവിടെ വിളിച്ച് സംഗതി അവർക്ക് എത്തിക്കുന്നത്. പിന്നെ സൗണ്ട് സെറ്റിൽ വിളിക്കും. അതാണ് വലിയ കിറാമത്തി സൗണ്ട് ടെസ്റ്റ്. യേശുദാസിന് വരെ പിന്നെ സൗണ്ട് സെറ്റിലാണ് പറഞ്ഞ ആൾക്കാരുന്നു. അതേമാതിരി ഈ പമ്പാടുക്കും ഞാൻ ഏതായാലും ടെസ്റ്റിലൊക്കെ ഞാൻ വിജയിച്ച് റിക്കാർഡിങ് എഴുതാൻ പറഞ്ഞു. റിക്കാർഡിങ് ഞാൻ പാട്ട് പാടി വെള്ളൽ വന്നിരിക്കുന്നത്. എനിക്കാണ് കഥ. ഇപ്പൊ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിങ്ങനെ പല ഒരുപാട് പരിപാടിക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. കല്യാണത്തിന് ഉപയോഗിക്കുന്ന അന്തസ് ഞാൻ ഹാർമോണിയം വായിച്ചു ഓനും ഹാർമോണിയം അയച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ എപ്പോഴും അങ്ങനെ നടക്കുന്നു. അന്ന് ഈ പാണ്ഡിക സാറ് നമ്മുടെ ഒരാളിനെ എഴുതി കൊടുത്തിരുന്ന പാട്ട്. അപ്പോൾ ഒരു 1000 ഗാനം എഴുതിയ പുള്ളി അന്ന് പാട്ട് എഴുതി കൊടുത്തിരുന്നു. അപ്പൊ കോഴിക്കോട് നിലയത്തുനിന്ന് അന്ന് വെള്ളിയാഴ്ചകളിൽ ഒരു ഭക്തിഗാനം വരാറ്. ഒരുപാട് ഗാനം പാടിയതാണ്. അതിന് വരികൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു മണിക്കിടാവിലെ പൊൻചിലം പോലെ കേട്ടു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിടാവിലെ പൊൻചിലം പോലെ കേട്ടു മാധവനാസത്തിൽ ആദ്യം മാധവനാസത്തിൽ ആദ്യം മാധവത്തിൽ മഴ പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒന്നാതിരുന്നപ്പോൾ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഒരു വഴിക്കിനാവിന്റെ പാട്ടല്ല അത് പറയാൻ കുറേ ഉണ്ട്. അപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പാട്ട് അതിന്റെ നിങ്ങളറിയാത്ത അതായത് കുറെ കർഷകരെ പറഞ്ഞു. ഞാനും ഒരു കർഷകനാണ്. ട്രാക്ടർ പൂട്ടും കന്ന് പൂട്ടും എല്ലാം ചെയ്യും. കോഴക്കാരൊന്നും എനിക്കറിയില്ല. അപ്പോട്ട് ട്രാക്ടർ വരുന്നത് കോഴന്റെ പിന്നെ കുഞ്ഞളപ്പ എന്റെ അളിയനാണ് കോഴന്റെ ഇളപ്പ മമ്പാട്. അതിന് മുമ്പ് ഒരു ട്രാക്ടറും ഇല്ല. മനസ്സിലായി? അങ്ങനെ ഞാനും എന്റെ കാരണമുണ്ട് പൈൻകുട്ടി. ഞങ്ങൾ ട്രാക്ടർ അത് കൊണ്ടെടുക്കല് ഞാനാണ്. അപ്പൊ കൂട്ടാൻ ശരിക്കറിയും, കന്ന് കൂട്ടാൻ അറിയും, ഊർച്ചി നടത്താൻ അറിയും. ചേറിന്റെ മണം ചെറുപ്പം മുതലേ കേൾക്കണം. പിന്നെ സ്വയം കർഷകനാണ്. നെൽകൃഷി ഞാൻ പഠിച്ചത്. റബ്ബറൊക്കെ പിന്നെ പഠിച്ചതാണ്. നെൽകൃഷി ഇപ്പോൾ ഞാൻ കൃഷി ഭാഗികമായിട്ട് അതായത് കുറച്ച് വാഴയൊക്കെ ഉണ്ട്. ഇപ്പോഴും മോമാലിക്കൊക്കെ അറിയാം. വാഴയൊക്കെ പോകണം എല്ലാവർക്കും തന്നെ. മനസ്സിലായോ? പിന്നെ വേറെ ഞാൻ ചെറുതായിട്ടൊന്ന് കളിച്ചിരുന്നു ഫുട്ബോൾ. അത് പറയാതിരിക്കാൻ പറ്റില്ല. മമ്പാടിന്റെ ചരിത്രത്തിൽ ഒരു കപ്പ് ഈ ഗ്രൗണ്ട് ഉണ്ടാകാൻ കാരണം ഞങ്ങൾ എൻ്റെ ആളാണ് ഹമീദ്, ഹനീഫ,
ചെറിയമ്പുന്ന ആക്ക കുഞ്ഞാലക്കുട്ടി, പിന്നെ അതല്ല റമല ഇല്ല, പിന്നെ കോയങ്ങോട് മുഹമ്മദ് അലി പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ മുണ്ടിലെ ഐതൻ, കിഴങ്ങുണ്ടിലെ ഐതൻ, മനസ്സിലായോ? അപ്പം ഈ ഗ്രൗണ്ട്, നമ്മുടെ ഈ ഗ്രൗണ്ട് ഫ്രണ്ട്സ് ഗ്രൗണ്ട് ഉണ്ടാകാൻ കാരണം ഈ വിജയം. ഇതൊരു സമയം ഒരുമിച്ച് പറയാം. അങ്ങനെ ഞങ്ങൾ ഇടവണ്ണ ചാലൂർ ട്രോഫി നേടി ആദ്യമായിട്ട്. അത് അരീക്കോട്ടിനെ തോൽപ്പിച്ചിട്ടാണ്. അരീക്കോട് അന്ന് ഭയങ്കര ടീമാണ്. ടിപ്പ് അങ്ങനെ അവരെ തോൽപ്പിച്ചിട്ട് ഞങ്ങൾ കപ്പ് വെച്ചത്. ഇവിടെ ഗ്രൗണ്ടില്ല. അതിൽ എന്ത് ചെയ്ത് ചേക്കാക്കാരുടെ നേതൃത്വത്തിൽ മുന്നിൽ നിന്ന് ചേക്കാക്ക ഒരു രസീതായിട്ട് പപ്പെടുത്ത് അദ്ദേഹത്തിന് പാലത്തിങ്കൽ പെട്രോൾ മാച്ച് കഴിവുള്ള നമ്മത് കിട്ടി. പെട്രോൾ മാച്ച് ഞങ്ങൾ ആ ഫുട്ബോൾ യൂണിഫോമിൽ തന്നെ നേരെ വന്ന് അതിലേക്ക് ഇട്ട സ്ഥലമുള്ളൂ. ഒന്ന് ആദമാക്കാൻ്റെ അടുത്ത്, പിന്നെ പെരത്തമ്പലി, ഇങ്ങനെ ഒരു സ്ഥലങ്ങളുണ്ട്. അതിൽ ഞങ്ങൾ നേരെ വന്ന് കണ്ട് മാതൃ മാസ്റ്റ് ഒക്കെ നേതൃത്വം നൽകി. മമ്മൂട്ടിക്കാക്ക പിയംകുട്ടി ഒക്കെ നേതൃത്വത്തിൽ അധികം പെട്രോൾ മാച്ച് ഞങ്ങൾ ആ യൂണിഫോമിൽ തന്നെ കപ്പക്കും. അങ്ങനെ വന്ന് അധികാരി അവിടെ ഒരു സപ്പോർട്ടേണ്ട മരണ്ട് വയൽക്കാർക്ക്. അതിൻ്റെ ചോട്ട് ഈ ചാരുക ശൈലി ഈ ആദമാക്കിയേക്ക് പിന്നെ സംസാരിച്ചു കൊണ്ടിരിക്കാം. ഇത് കണ്ട് ഇതിലെ മാസ്റ്റർ പോയി ഞങ്ങളൊക്കെ മാറ്റി പഠിത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അത്ര അങ്ങനെ എന്താ ഇങ്ങനെ വന്നിട്ട് അത് കുട്ടികളിങ്ങനെ ഇടപെടുന്ന ഇങ്ങനെ ട്രോഫി ആദ്യമായിട്ട് നമ്മൾ മുമ്പാട് ഇതുവരെ ജയിച്ചിട്ടില്ല. നല്ല കാര്യം, നല്ല കാര്യം അധികാരി, നല്ല കാര്യം ഇവരെ ഭാഷീജൻ പറയുന്നു. അപ്പൊ അതിന് എന്താ വേണ്ടി നിങ്ങൾ ഗ്രൗണ്ട് കുട്ടികൾക്ക് കളിച്ചാലല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഒരു സ്ഥലം പെരക്കമ്പലി ഇങ്ങനെ ഒരു സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതിന് കുട്ടികൾക്ക് നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ചെറിയ തോതിൽ പഠിക്കാനൊരു ഒരു അവസരമായിരുന്നു. ഒറ്റയടിക്ക് എന്ത് സ്ഥലമല്ല ഏരിയ. അതിൽ പിന്നെ ആദമാക്കാനോട് പറഞ്ഞു. ഈ നമ്മളെ ഈ സത്യക്കോയിലുണ്ടല്ലോ, അവിടെ കളിച്ചിരുന്നു. വയൽക്കാർക്കറിയാം, തൊട്ടിന്റെ അടുത്ത് ഭാഗത്ത്. അവിടെ ആദമാക്കാനോട് പ്രക ആദമാന് ഇവിടുത്തെ അതിൽ അങ്ങനെ പറഞ്ഞു. അതിൽ ആൾക്കാർക്ക് ഒരു എന്താ പറയുക, നാടൻ വാശി തോന്നി. അധികേണ്ടെങ്കിൽ നമുക്കിവിടെ ഗ്രൗണ്ട് വേണം. എന്നിട്ട് കുഞ്ഞളാക്ക, കാഞ്ഞിരല്ല കുഞ്ഞുട്ടിയാക്ക, കുഞ്ഞാക്ക ഇവരെല്ലാം കൂടി ഈ മീറ്റിംഗ് കൂടിയാണ്. അങ്ങനെയാണ് നമ്മളെ ഈ സ്ഥലം. പിന്നെ ആദ്യം ഉന്നൽക്കാക്കാണ്ടേ അവർ ഉന്നൽക്കാക്ക എടുത്തിരുന്നു കുഞ്ഞാലക്കുട്ടിന്റെ അടി കാഞ്ഞിരാല. അവർക്ക് ആ 2 ഏക്കർ പൈസ കൊടുക്കാണ്ട് രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെയാണ്. അതാണ് സംഭവത്തിന് നീണ്ടു പോകും. കൃഷിയുടെ ഒക്കെ പറയുന്നത് ഒരുപാട് എല്ലാ കൃഷിയും ചെയ്തിങ്ങനെയാണ്. അപ്പൊ പറയുന്നില്ല, ഇനി ആൾക്കാർ ഇതുകൊണ്ട്